السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവ് ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അവറുകൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റുന്നതിന്റെ ഉദ്ദേശം ലഹരിയിൽ കത്തിയ മരുന്നുകൾ എന്ന വിഷയത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ്. നാഥനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യം തന്ന ലോകരക്ഷിതാവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ലഹരിയുടെ ഭീഷണി നേരിടുന്നതിന്റെ ഭയാനകമായ കണക്കുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2019 കേന്ദ്ര സാമൂഹിക മന്ത്രാലയവും എയിംസും കൂടി നടത്തിയ പരിശോധന അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 16 കോടി ആളുകൾ മദ്യവും 3.1 കോടി ആളുകൾ കഞ്ചാവും മറ്റു ലഹരിയും ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേറ്റവും ഭീകരമായ കാര്യം എന്നുള്ളത്, ഈ കണക്കുകൾ വലിയൊരു ശതമാനം ഉന്നയിക്കുന്നത് കൗമാരക്കാരായ കുട്ടികളാണ്. അതായത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാളത്തെ തലമുറ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ പലരും 10 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഈ കണക്കുകൾ നമുക്കൊരു താക്കീതാണ്. നമ്മുടെ സമൂഹം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ സൂചനയാണ്. ലഹരി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. മോഷണം, കൊലപാതകം, ലൈംഗിക അതിക്രമങ്ങൾ, വൈതർക്കങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകരുന്നത്, ഇവയെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട മനസ്സിന്റെ ഫലമാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് സമീപം പോലും ഇപ്പോൾ ലഹരി മാഫിയകൾ സജീവമാണ്. കൗമാരക്കാരായ കുട്ടികൾ ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് പഠനത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്ന് ഒരു കുറ്റവാളിയെ പോലെ ജീവിതം നയിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ ദുരിതം കാണുമ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെ നോക്കി നിൽക്കാൻ സാധിക്കും? ഈ വിപത്തിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിന് ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിൽ ലഹരിയെ കുറിച്ച് അള്ളാഹു വ്യക്തമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കൾ, അതായത് മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയവ പിശാചിന്റെയും തിന്മയുടെയും പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 90-ാം സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു, ഓ സത്യവിശ്വാസികളെ, നിശ്ചയമായും മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വളരെ മ്ലേച്ഛ വൃത്തികൾ മാത്രമാണ്. നാം അല്ലാഹു തആല ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല നിശ്ചയമായും മദ്യത്തെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നവനെയും അത് ഉണ്ടാക്കുന്നവനെയും അതിന്റെ വില തിന്നുന്നവനെയും എല്ലാവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ഈ ലഹരി കൊണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവരും ശപിക്കപ്പെട്ടവരാണ് എന്നതാണ്. ഈ ലഹരി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും അത് വലിയ രീതിയിലേക്കും നമ്മുടെ ഭാവി തലമുറക്കും അത് പ്രശ്നമാകുന്നുണ്ട്. നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന 90-ാം സൂറത്തിൽ അല്ലാഹു തആല കൽപ്പിക്കുന്നത് അള്ളാഹു ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു തീർച്ചയായും എല്ലാവരോട് പറയുന്നു, നിങ്ങൾ പൂർണ്ണമായും ലഹരിയെ വെടിയണം എന്നാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയുന്നത്? അതിന് ഉത്തരമായി അടുത്ത വചനമായ 91-ാം സൂറത്തിൽ അള്ളാഹു തആല പറയുന്നു, നിശ്ചയമായും പിശാച് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ കലഹങ്ങൾക്കും അതേപോലെ ശത്രുതയും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അവന്റെ നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും അവൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വിശ്വാസികളെ, നാം എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അള്ളാഹു അതിൽ അകപ്പെട്ടവരെ രക്ഷിക്കട്ടെ എന്ന് ദുആവസ്യത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവ് ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അവറുകൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റുന്നതിന്റെ ഉദ്ദേശം
ലഹരിയിൽ കത്തിയ മരുന്നുകൾ എന്ന വിഷയത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ്. നാഥനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യം തന്ന ലോകരക്ഷിതാവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ലഹരിയുടെ ഭീഷണി നേരിടുന്നതിന്റെ ഭയാനകമായ കണക്കുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2019 കേന്ദ്ര സാമൂഹ്യ മന്ത്രാലയവും എയിംസ് കൂടി നടത്തിയ പരിശോധന അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 16 കോടി ആളുകൾ മദ്യവും 3.1 കോടി ആളുകൾ കഞ്ചാവും മറ്റു ലഹരിയും ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേറ്റവും ഭീകരമായ കാര്യം എന്നുള്ളത് ഈ കണക്കുകൾ വലിയൊരു ശതമാനം ഉന്നയിക്കുന്നത് കൗമാരക്കാരായ കുട്ടികളാണ്. അതായത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാളത്തെ തലമുറ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ പലരും 10 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഈ കണക്കുകൾ നമുക്കൊരു താക്കീതാണ്. നമ്മുടെ സമൂഹം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ സൂചനയാണ്. ലഹരി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. മോഷണം, കൊലപാതകം, ലൈംഗിക അതിക്രമങ്ങൾ, വൈതർക്കങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകരുന്നത്, ഇവയെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട മനസ്സിന്റെ ഫലമാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് സമീപം പോലും ഇപ്പോൾ ലഹരി മാഫിയകൾ സജീവമാണ്. കൗമാരക്കാരായ കുട്ടികൾ ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് പഠനത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്ന് ഒരു കുറ്റവാളിയെ പോലെ ജീവിതം നയിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ ദുരിതം കാണുമ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെ നോക്കി നിൽക്കാൻ സാധിക്കും? ഈ വിപത്തിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിന് ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിൽ ലഹരിയെ കുറിച്ച് അള്ളാഹു വ്യക്തമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കൾ, അതായത് മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയവ പിശാചിന്റെയും തിന്മയുടെയും പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 90-ാം സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു, ഓ സത്യവിശ്വാസികളെ, നിശ്ചയമായും മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ മ്ലേച്ഛ വൃത്തികൾ മാത്രമാണ്. നാം അല്ലാഹു തആല ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല നിശ്ചയമായും മദ്യത്തെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നവനെയും അത് ഉണ്ടാക്കുന്നവനെയും അതിന്റെ വില തിരുന്നവനെയും എല്ലാവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ഈ ലഹരി കൊണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവരും ശപിക്കപ്പെട്ടവരാണ് എന്നതാണ്. ഈ ലഹരി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും അത് വലിയ രീതിയിലേക്കും നമ്മുടെ ഭാവി തലമുറക്കും അത് പ്രശ്നമാകുന്നുണ്ട്. നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന 90-ാം സൂറത്തിൽ അല്ലാഹു തആല അള്ളാഹു ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു തീർച്ചയായും എല്ലാവരോട് പറയുന്നു, നിങ്ങൾ പൂർണ്ണമായും ലഹരിയെ വെടിയണം എന്നാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയുന്നത്? അതിന് ഉത്തരമായി അടുത്ത വചനമായ 91-ാം സൂക്തത്തിൽ അള്ളാഹു തആല പറയുന്നു, നിശ്ചയമായും പിശാച് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ കലഹങ്ങൾക്കും അതേപോലെ ശത്രുതയും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അവന്റെ നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും അവൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വിശ്വാസികളെ, നാം എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അള്ളാഹു അതിൽ അകപ്പെട്ടവരെ രക്ഷിക്കട്ടെ എന്ന് ദുആ വസിയത്തോടുകൂടി ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.